നമ്മുടെ വിശ്വവിഖ്യാത ബഹുഭാഷാ നടനും സ്വയം പ്രഖ്യാപിത സിസ്റ്റം വിമർശകനും സമകാലിക ഇന്ത്യയിലെ ഇരവാദ കഥാപാത്രവുമായ പ്രകാശ് രാജ് വീണ്ടും പുതിയൊരു അധ്യായവുമായി രംഗത്തെത്തിയിരിക്കുന്നുണ്ട്. ഇത്തവണ കഥ അല്പം വ്യത്യസ്തമാണ്. ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് കണ്ണീരും ആത്മവിശ്വാസവും മാറി മാറി പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, എൻ്റെ വോട്ടവകാശം കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞു. നരേന്ദ്രമോദിയുടെ ഭയം കാരണമാണ് ബാംഗ്ലൂർ മണ്ഡലത്തിൽ നിന്നും എൻ്റെ പേര് വെട്ടിമാറ്റിയത് എന്ന്. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 65 ലക്ഷം ആളുകളിൽ ഒരാളാണ് ഞാൻ. ബട്ട് ഗെയിം ഓൺ മൈ ഫ്രണ്ട്. കേട്ടാത്തൊന്നും സാക്ഷാൽ പ്രധാനമന്ത്രി നേരിട്ട് ബാംഗ്ലൂർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് വിളിച്ച് ആ പ്രകാശ് രാജിന്റെ പേര് അതങ്ങ് വെട്ടിക്കളഞ്ഞേക്കൂ എന്ന് പ്രത്യേക ഉത്തരവിട്ടതുപോലെയാണ്. പ്രധാനമന്ത്രിക്ക് പ്രകാശ് രാജിനെ പേടിച്ചിട്ട് പുറങ്ങാനും പറ്റുന്നില്ല. എന്നാൽ ഈ വികാര നിർഭരമായ ഡയലോഗുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന സത്യം എന്താണ്? എന്തിനാ പ്രകാശ് രാജിന്റെ പേര് അവിടെ നിന്ന് മാറ്റിയത്? അതിന് കേന്ദ്ര സർക്കാരുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇന്ന് നമുക്ക് ഈ വിഷയത്തിന്റെ എല്ലാ വശങ്ങളും കൃത്യമായി പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം പ്രകാശ് രാജ് തന്റെ എക്സ് ഹാൻഡിലിൽ ഒരു വീഡിയോ പങ്കുവച്ചു. കറുത്ത വസ്ത്രം ധരിച്ച് വളരെ ഗൗരവമുള്ള മുഖഭാവത്തോടെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് നിങ്ങളോടൊരു തമാശ പങ്കുവെക്കാനുണ്ട്. ബാംഗ്ലൂർ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക തിരുത്തൽ, അതായത് SIR പ്രക്രിയയ്ക്ക് ശേഷം വോട്ടവകാശം നഷ്ടപ്പെട്ട 65 ലക്ഷം ആളുകളിൽ ഒരാളാണ് ഞാൻ ജനിച്ചത് ഈ മണ്ഡലത്തിലാണ്. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം, നാടക പ്രവർത്തനം എല്ലാം ഇവിടെയായിരുന്നു. ഞാൻ ഈ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചൊരു സ്ഥാനാർത്ഥി കൂടിയാണ്. എന്നിട്ടും എൻ്റെ പേര് വെട്ടി. നിങ്ങൾക്ക് ഞങ്ങളുടെ വോട്ട് തടയാൻ കഴിഞ്ഞേക്കും, പക്ഷേ ഞങ്ങളെ തടയാൻ കഴിയില്ല. ബൈ ഗെയിം ഓൺ. ഇത് കേട്ടതോടെ സോഷ്യൽ മീഡിയയിലെ അദ്ദേഹത്തിൻ്റെ അന്തം വിട്ട അനുകൂലികൾ ഇളകി മറിഞ്ഞു. അയ്യോ, പ്രകാശ് രാജിന്റെ പൗരത്വം പോയേ, ജനാധിപത്യം അപകടത്തിൽ, മോദി എന്തൊരു ദുഷ്ടനാ, മോദി എന്ത് ക്രൂരനാ, ഫാസിസം എന്നിങ്ങനെയൊക്കെയായി കരച്ചിലുകൾ. 2019 ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ച് കെട്ടിവെച്ച കാശ് കളഞ്ഞ, അതായത് നൽകപ്പെട്ട മൊത്തം വോട്ടിനേക്കാൾ കുറഞ്ഞ വോട്ട് നേടി പ്രകാശ് രാജിന്റെ പേടിച്ചാണ് ഭരണകൂടം ഇത് ചെയ്തതെന്ന് വരെ അവർ പാടി നടന്നു. എന്നാൽ ഈ സിനിമാറ്റിക് പ്രകടനത്തിന് പിന്നാലെ യഥാർത്ഥ അഡ്മിനിസ്ട്രേറ്റീവ് സത്യങ്ങൾ പുറത്തു വന്നാൽ ഏതാനും മണിക്കൂറുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. പ്രകാശ് രാജ് വൻ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിച്ചതിന് തൊട്ടു പിന്നാലെ ബാംഗ്ലൂർ സെൻട്രൽ സിറ്റി കോർപ്പറേഷനും അഡീഷണൽ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസറും ഔദ്യോഗിക പത്രക്കുറിപ്പും വ്യക്തമായ തെളിവുകളും പുറത്തുവിട്ടു. പ്രകാശ് രാജ് നാറി പണ്ടാരടങ്ങി. വീടുകൾ തോറുമുള്ള പരിശോധന പ്രകാരം തദ്ദേശീയമായി വോട്ടർ പട്ടിക പുതുക്കുമ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകൾ തോറും കയറി ഇറങ്ങി വോട്ടർമാർ അവിടെ തന്നെയാണ് താമസിക്കുന്നത് എന്നൊക്കെ ഉറപ്പുവരുത്താറുണ്ട്. കൂടാതെ പ്രകാശ് രാജ് രജിസ്റ്റർ ചെയ്തിരുന്ന നമ്പർ 266 ഗാർഡൻ അപ്പാർട്ട്മെന്റ് എന്ന വിലാസത്തിൽ BLO പരിശോധനയ്ക്ക് ചെന്നു. എന്നാൽ അവിടെ പ്രകാശ് രാജ് ഉണ്ടായിരുന്നില്ല. അതുപോലെ BLO ഫ്ളാറ്റിന്റെ ഉടമസ്ഥനുമായി സംസാരിച്ചപ്പോൾ ലഭിച്ച മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു. പ്രകാശ് രാജ് കഴിഞ്ഞ 4 വർഷമായി ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ വേറെ വാടകക്കാരാണുള്ളത്. ഒരാൾ ഒരു വിലാസത്തിൽ നിന്നും സ്ഥിരമായി താമസം മാറിയെന്ന് ബോധ്യപ്പെട്ട ആ വിലാസത്തിലെ വോട്ടർ പട്ടികയിൽ അവരുടെ സ്റ്റാറ്റസ് ഷിഫ്റ്റഡ് അഥവാ താമസം മാറിയയാൾ എന്ന് രേഖപ്പെടുത്തും. ഇത് ഇലക്ഷൻ കമ്മീഷന്റെ സ്വാഭാവിക നടപടിയാണ്. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ തമാശ വരുന്നത്. വിഷയം വിവാദമായപ്പോൾ അഡീഷണൽ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ നേരിട്ട് പ്രകാശ് രാജിനെ ഫോണിൽ വിളിച്ചു. ആ ഫോൺ കോളിൽ പ്രകാശ് രാജ് സ്വയം സമ്മതിച്ച കാര്യം എന്താണെന്ന് അറിയോ? അതെ, ഞാനിപ്പോൾ ആ പഴയ ഫ്ളാറ്റിലല്ല താമസിക്കുന്നത്. ഞാൻ ശാന്തിനഗർ മണ്ഡലത്തിലെ പുതിയ വിലാസത്തിലേക്ക് താമസം മാറിയിട്ടുണ്ട്. താൻ 4 വർഷം മുമ്പ് താമസം മാറിയ പഴയ വിലാസത്തിൽ വന്ന് പരിശോധിച്ച ഉദ്യോഗസ്ഥൻ താൻ അവിടെ ഇല്ലെന്ന് കണ്ടുപിടിച്ച് സ്റ്റാറ്റസ് ഷിഫ്റ്റഡ് എന്ന് മാറ്റിയതിനാണ് പ്രകാശ് രാജ് എൻ്റെ വോട്ടവകാശം മോദി തട്ടിയെടുത്തേ എന്നും പറഞ്ഞ് ഡ്രമാറ്റിക് വീഡിയോ ഇറക്കി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അന്തം ഫാൻസിനെ മുഴുവൻ ചിരിപ്പിച്ചത്. ബാംഗ്ലൂരിലെ ഒരു വോട്ടർ പട്ടികയിൽ നിന്നും പേര് പോയി എന്നും പറഞ്ഞ് വിലപിക്കുന്ന പ്രകാശ് രാജിന്റെ പേരിൽ കോടതിയിൽ നിലനിൽക്കുന്ന പഴയതും ഗുരുതരവുമായ കേസ് എന്താണെന്ന് അറിയാമോ? പഴയതെന്ന് പറഞ്ഞാൽ 1 മാസം മുമ്പുള്ള കേസ്. കർണാടക, തമിഴ്നാട്, തെലങ്കാന എന്നീ 3 സംസ്ഥാനങ്ങളിലായി പ്രകാശ് രാജിന് 1-ലധികം വോട്ടർ ID കാർഡുകൾ ഉണ്ടെന്ന ആരോപണത്തിൽ ബാംഗ്ലൂർ ജനപ്രതിനിധി കോടതി അദ്ദേഹത്തിനെതിരെ നോൺ ബെയിലബിൾ വാറന്റ് അഥവാ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ആ കേസ് നിലനിൽക്കുകയാണ് ഈ നാടകവും. 1951 റെപ്രസെന്റേഷൻ ഓഫ് ദി പീപ്പിൾസ് ആക്ട് സെക്ഷൻ 17 പ്രകാരം ഇന്ത്യയിലെ ഏതൊരു പൗരനും ഒരു സമയത്ത് ഒരിടത്ത് മാത്രമേ വോട്ടറായി രജിസ്റ്റർ ചെയ്യാൻ അവകാശമുള്ളൂ. 1-ലധികം സ്ഥലങ്ങളിൽ വോട്ടർ ID നിലനിർത്തുന്നത് കുറ്റകരമാണ്. അഡ്വക്കേറ്റ് ദിലീപ് കുമാർ സമർപ്പിച്ച ഹർജിയിൽ പ്രകാശ് രാജിന് തമിഴ്നാട്ടിലെ വേളാശ്ശേരിയിലും തെലങ്കാനയിലെ രംഗറെഡ്ഡിയിലും കർണാടകയിലും വോട്ടർ IDകൾ ഉണ്ടെന്ന് തെളിവുകൾ സഹിതം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഓർക്കണം, 3 സംസ്ഥാനത്ത് വോട്ടർ ID ഉള്ള മനുഷ്യനാണ് ഈ നാടകം കളിച്ചത്. കോടതി നൽകിയ സമൻസുകൾ കൈപ്പറ്റാതെ ഇരുന്നപ്പോഴാണ് അന്ന് ജാമ്യമില്ലാ വാറന്റ് അയച്ചത്.
സമർപ്പിച്ചതും പിന്നീട് കോടതിയിൽ ഹാജരായി ഉപാധികളോടെ ജാമ്യം നേടിയതും. ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ നിയമവിരുദ്ധമായി വോട്ടർ ഐ ഡി കൈവശം വെച്ചതിന് കോടതി കയറി ഇറങ്ങുന്ന ഒരാളാണ് ഒരു വിലാസത്തിൽ നിന്നും സ്ഥിരമായി മാറിയപ്പോൾ അവിടെ നിന്ന് പേര് നീക്കം ചെയ്തതിന് ജനാധിപത്യം തകർന്നു എന്നും പറഞ്ഞ് വിക്ടിം കാർഡ് ഇറക്കുന്നത്. എന്തൊരു നാടകം! ഉളുപ്പുണ്ടോ മനുഷ്യ? പ്രകാശ് രാജ് മുമ്പും നിരവധി വിഷയങ്ങളിൽ ഇത്തരത്തിൽ പ്രതികൂലമായ നിലപാടുകളിലൂടെ വാർത്തകൾ നിറഞ്ഞിട്ടുണ്ട്. ധർമ്മസ്ഥല കേസിലായാലും വാഗമണ്ണിലെ പരിസ്ഥിതി ലോല പ്രദേശത്തെ ഭൂമി വിവാദത്തിലായാലും തനിക്ക് രാഷ്ട്രീയമായി ഗുണമുള്ള കാര്യങ്ങളിൽ മാത്രം സംസാരിക്കുകയും അല്ലാത്തപ്പോൾ ഇരവാദം ഉന്നയിക്കുകയുമാണ് അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലി. ഈ നാടകവും പൊളിഞ്ഞതോടെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ പ്രവാഹമായിരുന്നു. റിയാക്ഷൻ വീഡിയോകളിൽ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ പെരിയ സിനിമയിൽ നടിച്ച നീ വലിയ സംഭവമാണെന്ന് കരുതരുത്, സിനിമയിൽ വില്ലനായാൽ ജീവിതത്തിലും മാസ് ഡയലോഗ് അടിച്ച കാര്യങ്ങൾ നടക്കുമെന്ന് കരുതുന്നതാണ് നിന്റെ ഏറ്റവും വലിയ തെറ്റ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ. ഒരു സാധാരണ പൗരൻ താമസം മാറുമ്പോൾ വോട്ടർ ഐ ഡി പുതിയ വിലാസത്തിലേക്ക് മാറ്റാൻ ഇലക്ഷൻ കമ്മീഷന്റെ ഫോം 6 അല്ലെങ്കിൽ ഫോം 8 ഉപയോഗിച്ച് അപേക്ഷ നൽകണം. അതിന് മിനിറ്റുകൾ മാത്രം മതി. എന്നാൽ അതൊന്നും ചെയ്യാതെ പഴയ വിലാസത്തിന്റെ പേര് കണ്ടില്ല എന്നും പറഞ്ഞ് ക്യാമറയ്ക്ക് മുന്നിൽ വികാരം കൊള്ളുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള വില കുറഞ്ഞ ശ്രമമാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. സ്വന്തം വീട്ടുപകരണങ്ങൾ മാറി പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറിയപ്പോൾ പഴയ വിലാസത്തിലെ വോട്ട് പോയതിന് രാജ്യവ്യാപക ഗൂഢാലോചന ആരോപിക്കുന്ന പ്രകാശ് രാജിനോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഗെയിം ഓൺ എന്നും പറഞ്ഞ് ക്യാമറയ്ക്ക് മുന്നിൽ വിരൽ ചൂണ്ടുന്നത് അതിന് തൊട്ടു മുമ്പ് ശാന്തിനഗറിലെ ഇലക്ഷൻ ഓഫീസിൽ പോയി ഒരു ഫോം 6 വാങ്ങി പൂരിപ്പിച്ച് നൽകുക. അതിന് മോദി വരേണ്ട കാര്യമൊന്നുമില്ല. അവിടുത്തെ സാധാരണ BLO ചേട്ടൻ തന്നെ നിങ്ങൾക്കത് ചെയ്തു തരും. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അത് സാധാരണക്കാരനായാലും സിനിമാ നടനായാലും. ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ പൊതുസമൂഹം മനസ്സിലാക്കേണ്ട വളരെ നിർണായകമായ ചില ജനാധിപത്യ പാഠങ്ങൾ കൂടിയുണ്ട്. ഒരു രാജ്യത്ത് ഭരണഘടന നൽകുന്ന വോട്ടവകാശം എന്നത് ഏതൊരു പൗരന്റെയും മൗലികമായ അവകാശമാണ്. എന്നാൽ ആ അവകാശം കൃത്യമായി വിനിയോഗിക്കുന്നതിനും വോട്ടർ പട്ടിക സുതാര്യമായി സൂക്ഷിക്കുന്നതിനും ഓരോ പൗരനും ചില അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഈ വീരവാദവും ഷോ ഓഫും ഇറക്കുന്നതിന് മുമ്പ് അതൊക്കെ അറിഞ്ഞിരിക്കണം. ഇന്ത്യയെ പോലെ കോടിക്കണക്കിന് ജനങ്ങളുള്ള ഒരു രാജ്യത്ത് പ്രതിവർഷം ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ആവശ്യങ്ങൾക്കോ വിവാഹം കഴിച്ചോ സ്വന്തമായി വീട് വാങ്ങിയോ വിലാസങ്ങൾ മാറ്റാറുണ്ട്. ഇത്തരത്തിൽ താമസം മാറുന്നവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും മരിച്ചുപോയവരെയും വ്യാജമായി ചേർത്തവരെയും പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനും വേണ്ടിയാണ് ഇലക്ഷൻ കമ്മീഷൻ ബൂത്ത് തല പരിശോധനകൾ അഥവാ BLO വെരിഫിക്കേഷൻ നടത്തുന്നത്. ഇതിനെയാണ് വോട്ടർ പട്ടിക ശുദ്ധീകരണം എന്ന് വിളിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും വിമർശിക്കാൻ കിട്ടുന്ന ഏതവസരവും അത് സ്വന്തം അജ്ഞതയോ വീഴ്ചയോ കൊണ്ടുള്ളതായാണെങ്കിൽ പോലും രാഷ്ട്രീയ ആയുധമാക്കുക എന്ന തന്ത്രമാണ് ഇവിടെയും പുറത്തെടുത്തത്. ഇതിലും വലിയ വൈരുദ്ധ്യം എന്തെന്നാൽ മുമ്പ് 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഒരേ സമയം വോട്ടർ ഐ ഡികൾ നിലനിർത്തിയതിന് കോടതിയിൽ നിന്നും ജാമ്യമില്ലാത്ത വാറന്റ് നേടിയ വ്യക്തിയാണല്ലോ ഇപ്പോൾ ഈ ഒറ്റ വോട്ട് പോയതിന്റെ പേരിൽ ജനാധിപത്യം തകർന്നു എന്ന് വിക്ടിം കാർഡ് ഇറക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് എന്നെ പ്രകാശ് രാജേ നിങ്ങളെ നമിച്ചു. എന്തായാലും ഗെയിം ഓൺ എന്നും പറഞ്ഞ് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നും പോകല്ലേ, വിരൽ ചൂണ്ടി മാസ് കാണിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. എന്തായാലും പ്രകാശ് രാജിന്റെ ഈ ഷോ ഓഫിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.